ശബരിമല ശ്രീകോവിൽ പഴയ വാതിൽപ്പാളികളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്ട്രോങ് റൂമിലുള്ള കൊടിമരത്തിൻ്റെ ഭാഗങ്ങൾ, അഷ്ടദിക്പാലകർ എന്നിവയും പരിശോധനയ്ക്ക് വിധേയമാക്കും. മാത്രമല്ല, ശബരിമല ശ്രീകോവിൽ ചുവരുകളിൽ അയ്യപ്പചരിതം രേഖപ്പെടുത്തിയിട്ടുള്ള സ്വർണം പൂശിയ പാളികൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. 2 ഘട്ടങ്ങളിലായി SITയുടെ 13-അംഗ സംഘമാണ് സന്നിധാനത്ത് ഉള്ളത്. 3 പേർ ഇന്നലെ വൈകുന്നേരവും SP S ശശിധരനടക്കം മറ്റ് 10 പേർ ഇന്ന് രാവിലെയുമാണ് മല കയറിയത്. പരിശോധനയെ ദേവസ്വം വിജിലൻസ്, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം സ്മിത്ത് അടക്കമുള്ള ആളുകൾ കൂടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാന പരിശോധന പൂർത്തിയാക്കി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ന് രാത്രി തന്നെ മലയിറങ്ങും. അതേസമയം രേഖകളുടെ പരിശോധന നാളെയും തുടരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നത് ശബരിമലയിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട SIT പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അതിൽ ആരൊക്കെ പ്രതികളാകണമെന്നത് സംബന്ധിച്ച് ഇന്നത്തെ പരിശോധനയാകും നിർണായകമാവുക. 2024-25 കാലയളവിലെ ദേവസ്വം ബോർഡിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുമെന്നതിൻ്റെ സൂചന ഇന്നലെ തന്നെ ഹൈക്കോടതി നൽകിയിരുന്നു. ചുരുക്കത്തിൽ അഡ്വക്കേറ്റ് PS പ്രശാന്ത് അധ്യക്ഷനായ ബോർഡിലേക്ക് അന്വേഷണം എത്തിച്ചേരുകയാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഈ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില സംശയങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നു എന്നതായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.